ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നതോ ഒരു അടിപൊളി ഹെൽത്തി സ്മൂത്തി റെസിപ്പിയാണ് കേട്ടോ. റാഗി കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവകളാൽ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ റാഗി കൊണ്ടുണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ ഒരു 2 സ്പൂൺ അളവിൽ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് റാഗിപ്പൊടി നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് ഞാൻ കുറുക്കിയെടുത്തിരിക്കുന്നത്. കലക്കിയെടുക്കുന്ന വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി കേട്ടോ കൂട്ടുകാരെ. അപ്പം ഈ അളവിലാണ് ഞാൻ റാഗി കുറുക്കിയെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഒരുപാട് കുറുകി പോകേണ്ട, എന്നാലൊട്ട് തീരെ ലൂസും ആകാത്ത രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കതിലേക്ക് ചേർക്കാൻ വേണ്ടത് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പകുതി നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 3-4 മധുരത്തിന് വേണ്ടി ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് കുരു കളഞ്ഞെടുത്താൽ മതി. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴമാണ്. ഇത്തിരി കട്ടിയായിട്ടുള്ളതാണെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം. പിന്നെ ഒരു 10 ബദാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർത്തി തൊലി കളഞ്ഞെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 സ്പൂൺ അളവിൽ നമ്മുടെ കടലയുണ്ടല്ലോ, തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മതി, കടല നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് കശുവണ്ടിയാണ്. ഒരു 6-7 കശുവണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പാലും ചേർക്കുന്നില്ല. ഇത് വെയിറ്റ് ലോസ് കുറയ്ക്കാനുള്ളവർക്കൊക്കെ അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അവർ പാലും പഞ്ചസാരയൊക്കെ ഒഴിവാക്കി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും വെയിറ്റ് ലോസിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ ഈന്തപ്പഴം മധുരത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ റാഗി കുറുക്കിയതും ബാക്കിയുള്ള പഴവും നമ്മുടെ കശുവണ്ടിയും കടലയും പിന്നെ ഈന്തപ്പഴവും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് കുറുകിയ രൂപത്തിലോ ഇത്തിരിയും കൂടെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ പാല് ചേർത്ത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പാല് ചേർത്ത് കഴിക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ റാഗി കുറുക്കിയെടുത്ത പാത്രത്തിൽ തന്നെ ശകലം റാഗി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയെടുത്ത് ഒരു ശകലം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിക്കകത്തേക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ആ ശകലം വെള്ളവും കൂടെ ഒഴിച്ചത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കേട്ടോ കിട്ടുന്നത്. ഇനിയും വേണമെങ്കിൽ വെള്ളമായിട്ട് എടുക്കാം. പിന്നെ ഇത്രയും ലൂസായിട്ട് വേണ്ടെങ്കിൽ ഇതിലും കട്ടി കുറച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തത്. കുടിക്കാൻ ഇതായിരിക്കും ഒരു സുഖമെന്ന് തോന്നി. രാവിലെയൊക്കെ കഴിക്കാൻ വളരെയധികം നല്ലതാണ്. ഊർജ്ജവും പോഷകങ്ങളും നിറഞ്ഞ നല്ല അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. കാൽസ്യത്തിൻ്റെ കലവറയാണ് റാഗി. കുട്ടികളുടെയും എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ശക്തമാക്കാൻ ഈ റാഗി സഹായിക്കുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരിലും വളരെ നല്ലതാണ്. അതായത് ഓസ്റ്റിയോപെറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ തടയാനൊക്കെ റാഗി ഉത്തമമാണ്. വിളർച്ച തടയാൻ നല്ലതാണ്. ഈന്തപ്പഴത്തിലും റാഗിയിലും ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും വിളർച്ചയെ തടയാനൊക്കെ റാഗി നല്ലതാണ്. പ്രഭാത ഭക്ഷണങ്ങളിൽ റാഗി കഴിക്കുന്നത് ക്ഷീണം മാറാനും ശരീരത്തിന് നല്ല ദിവസം ഫുൾ ഊർജ്ജം നൽകാനൊക്കെ ഈ ചേരുവകൾ നമ്മളെ സഹായിക്കുന്നു. വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ. ദഹനം സുഗമമാക്കാൻ സഹായിക്കുന്നു. നേന്ത്രപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളം ഉള്ളതുകൊണ്ട് ഇത് പേശികളുടെയൊക്കെ ബലക്ഷയം, പിടുത്തം എന്നിവയൊക്കെ കുറയാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണമെങ്കിൽ പംകിൻ സീഡോ ചെറിയ നട്ട്സോ ബദാമോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ ഒന്നുകൂടെ രുചിയായിരിക്കും. നമുക്കത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിക്കാൻ നല്ലതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ശുഭദിനം.